ഉരുളുന്ന ഒരു കല്ലിൽ പായല് പിടിക്കില്ല. അതുപോലെ എതിരെ നീന്തുന്ന മത്സ്യങ്ങളുടെ ഊർജം അത് വലിയതാണ്. ജീവനില്ല എങ്കിൽ ആ മത്സ്യങ്ങൾ ഒഴുക്കിനൊത്തേ നീന്തുകയുള്ളൂ. ഒഴുക്കിനൊത്തി ഒഴുകിപ്പോവും. അതുപോലെ തന്നെ ഏത് പുഴയും കലങ്ങി മറിഞ്ഞ് പിന്നീട് അത് സാവകാശം തെളിഞ്ഞു വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഒരാളുടെ ജീവിതവും ഒരു പുഴയും തമ്മിൽ ഏറെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കല്ല് ഒരു പുഴയിലാവട്ടെ അല്ലെങ്കിൽ ഒരു ജലാശയത്തിലാവട്ടെ, അത് ഉരുണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കല്ലാണെങ്കിൽ ആ കല്ലിൽ പായൽ പിടിക്കില്ല. കാരണം ക്രിയാത്മകമായ ജീവിതമാണ് ഒരു മനുഷ്യനുള്ളത് എങ്കിൽ അവനിൽ നിരാശകൾക്കും മറ്റുള്ള മോശപ്പെട്ട ചിന്തകൾക്കൊന്നും അവസരം ലഭിക്കുന്നില്ല. അവൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഊർജം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ പൊതുവായി കാണുന്ന നെഗറ്റീവ് സാഹചര്യങ്ങൾക്ക് അടിമപ്പെടാതെ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മുന്നേറുകയും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിജയം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഏത് പുഴയും കലങ്ങി മറിഞ്ഞ് പിന്നീട് അത് തെളിഞ്ഞു വരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ആയിട്ട് നമ്മൾ അല്പം ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിലും പ്രാർത്ഥനയിലൂടെ പ്രവർത്തനത്തിലൂടെ പിന്നീട് ഒരു പ്രകാശം തീർച്ചയായിട്ടും ഉദിച്ചു വരും. അത് ലഭിക്കുക തന്നെ ചെയ്യും. ഒരുവന്റെ ജീവിതം അങ്ങനെയാണല്ലോ. ലാ തഖ്നത്തുർ റഹ്മ എന്ന വിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് ഒരിക്കലും നമ്മൾ ആശ മുറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവെ അർപ്പിച്ച് പ്രതീക്ഷയുടെയും ഭയപ്പാടിന്റെയും ഇടയിലായിട്ട് നമ്മൾ മുന്നേറുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി